മലപ്പുറം പള്ളിപ്പുറത്ത് നിന്ന് കാണാതായ വിഷ്ണുജിത്തിനെ ഊട്ടിയിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത്. വിവാഹത്തിന് 4 നാൾ ശേഷിക്കെ ഈ മാസം 4-നാണ് വിഷ്ണുജിത്തിനെ കാണാതായത്. സാമ്പത്തിക പ്രതിസന്ധിയാണ് നാടുവിടാൻ കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. വിവാഹ ചെലവുകൾക്ക് പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടിയിരുന്നതായി കുടുംബം വ്യക്തമാക്കി. വിഷ്ണുജിത്ത് സുരക്ഷിതനാണെന്നും ഉടൻ നാട്ടിലെത്തിക്കുമെന്നും മലപ്പുറം SP S ശശിധരൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. വിഷ്ണുജിത്തിന്റെ വീട്ടിൽ നിന്ന് അഷ്കർ അലി ചേരുന്നുണ്ട്. അഷ്കർ, എന്തായാലും ഒടുവിൽ വിഷ്ണുജിത്തിനെ കണ്ടെത്തി. ഇനി അറിയേണ്ടത് എപ്പോഴെത്തിക്കും? ഒപ്പം സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണോ ഈ ഒരു മാറി നിൽക്കലിന് വിഷ്ണുവിനെ പ്രേരിപ്പിച്ചു എന്ന കാര്യമാണ്. അക്കാര്യത്തിൽ പോലീസ് നൽകുന്ന വിശദീകരണം എന്താണ്? ശ്രുതി, എന്തായാലും വലിയ ആശങ്കകൾക്കിടയിൽ നിന്നും ആശ്വാസത്തിന്റെ തീരത്തേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വിഷ്ണുവിന്റെ കുടുംബം, സഹോദരിയും ആണെങ്കിലും അച്ഛനും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ട്. ഇപ്പോൾ വിളിച്ചിരുന്നില്ലേ, പോലീസിനെ വിളിച്ചിരുന്നു? അതെ, SP സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടൻ്റെ അടുത്തായിരുന്നു സംസാരിച്ചത് SP സാറ്. എന്താണ് SP സാർ എന്താ? SP സാറ് പറഞ്ഞ് ഊട്ടിയിൽ നിന്ന് ആളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കേരള പോലീസിൻ്റെ കൈകളിലുണ്ട്, തിരിച്ചിങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അത് ഇവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഫോൺ കോളാണ് അതിൽ വലിയ നിർണായകമായെന്ന് തോന്നുന്നു അല്ലേ? അതെ, അതാണ് തോന്നുന്നു. ഇന്നലെ അവൻ ആ ഫോൺ ഓണാക്കിയത് ആ സമയത്താണ്, അവിടെയാണ് ലൊക്കേഷൻ അവർക്ക് കിട്ടിയത്. അത് വിളിച്ചപാട് നമ്മൾ അവരെ ഇൻഫോം ചെയ്തു, പോലീസുകാരെ. അവരത് ലൊക്കേറ്റ് ചെയ്തു. പെട്ടെന്ന് തന്നെ അവരിന്ന് രാവിലെ ഇപ്പോഴത്തേക്കും തന്നെ അവരത് കണ്ടുപിടിച്ചു, ഇപ്പം കിട്ടിയെന്നാണ് ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. അത് വലിയൊരു ഇതായിട്ട് തന്നെയാണ് തോന്നുന്നത്. വിഷ്ണുവിന് എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? അങ്ങനെ ഒരു കാര്യം പങ്കുവച്ചത്? ഇല്ലില്ല, നമ്മുടെ അറിവിൽ ഇതുവരെ അങ്ങനെ ഒരു സാമ്പത്തിക പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം നമ്മൾ അന്ന് പറഞ്ഞ പോലെ തന്നെ ആ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവന് സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് നമ്മളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. വിഷ്ണു പൂർണ്ണമായി സുരക്ഷിതനാണെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചത്. അതെ, അതിലും സമാധാനമുണ്ട്. അതിൽ നമ്മളെ ഒരുപാട് സഹായിച്ച ഒരു വ്യക്തിയാണ് നിൽക്കുന്നത്, കുഞ്ഞു എന്ന് പറയുന്ന ഇക്കയാണ് നമ്മളെ എല്ലാ സ്ഥലത്തും നമ്മൾ എത്തിച്ചതും കൊണ്ടുപോയതും. ഇത്ര എത്തിച്ചതിന് ഏറ്റവും കൂടുതൽ നമ്മൾ കടപ്പെട്ടിരിക്കുന്ന ഇക്കാനോടാണ്. ഇക്കയാണ് നമ്മളെ എല്ലാ രീതിയിലും സഹായിച്ച്, ഇവനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളെ സഹായിച്ച് ഈ കുഞ്ഞു എന്ന് പറയുന്ന ഇക്കയാണ്. ഇനിയിപ്പോൾ അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ട്. എന്താണ് വിവാഹം പിന്നീട് തലേനാളിങ്ങനെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി എന്തായാലും ഇപ്പോൾ തിരിച്ചു കിട്ടുന്ന സന്തോഷത്തിലാണ്? എന്താണ് സന്തോഷമായി? വിവാഹത്തിൻ്റെ കാര്യങ്ങൾ ഇനി എന്തായാലും അതൊരു കാര്യം ഞാൻ വന്നിട്ട് ചർച്ച ചെയ്തിട്ട് എന്താ വെച്ചാൽ തീരുമാനിക്കും. ഇനി സമയമുണ്ടല്ലോ. ഇനി വിഷ്ണുവിന് അന്ന് കണ്ടപ്പോൾ പറഞ്ഞിരുന്നു അച്ഛൻ വിഷ്ണു നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ എന്താണ് ഇങ്ങനെയുള്ള ഇതിന് വല്ല അതിനെ പറ്റി ഒന്നും അറിയില്ല. ഇവിടുന്ന് പോകുമ്പോഴും അവ ഹാപ്പി ആയിട്ടാണ് പോയത്. എന്തായാലും ശ്രുതി, കുടുംബം വലിയ ആശ്വാസത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുടുംബത്തിന് ഒരു പെട്ടെന്ന് തന്നെ വിഷ്ണുവിനെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൽ ഏറ്റവും നിർണായകമായത്. CCTV ദൃശ്യങ്ങളും അതുപോലെ തന്നെ ടവർ ലൊക്കേഷനുകളും തന്നെയാണ്. അതിനോടൊപ്പം തന്നെ പോലീസ് അവിടെ നിന്ന് ഇപ്പോൾ വിഷ്ണുമായി പുറപ്പെട്ടിരിക്കുന്ന വൈകുന്നേരം 6 മണിയോടെ തന്നെ പോലീസ് ഇവിടേക്ക് എത്തും, വിഷ്ണുമായി ഇങ്ങോട്ട് മലപ്പുറത്തേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാനും സാധിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, കുടുംബം പോലീസിന് ഒരു പരാതി നൽകിയ സാഹചര്യത്തിൽ അതിൻ്റെ നിയമ നടപടികൾ കൂടി പൂർത്തിയാക്കിയ ശേഷമായിരിക്കും വിഷ്ണുജിത്തിൻ്റെ കുടുംബത്തിന് കൈമാറുക. അതുപോലെ തന്നെ വിഷ്ണുവിൻ്റെ കാര്യങ്ങളിലൊക്കെ തന്നെ ഈ വിവാഹം നടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഈ അപ്രത്യക്ഷമാവിലൊക്കെ തന്നെ വലിയ തോതിൽ ഈ കുടുംബം വലിയ ആശങ്കയിലാവും ചെയ്തു. വിഷ്ണുജിത്തിൻ്റെ അമ്മ ഇപ്പോൾ കൂടെ ഉണ്ട്. അമ്മ, സന്തോഷമായില്ലേ? എന്തായാലും ഇപ്പോൾ കിട്ടിയാലോ? സന്തോഷമായി. എന്താണ് വിഷ്ണു ഇങ്ങനെ പോകാൻ കാരണം എന്നുള്ള വല്ല ധാരണയുണ്ട്? അവൻ്റെ പൈസേൻ്റെ പ്രശ്നം തന്നെ ആയിരിക്കും. കല്യാണത്തിന് ചെലവിനുള്ള പൈസ അവന് വിചാരിച്ച പോലെ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊന്നും മനഃപൂർവ്വം മാറിയതോ അല്ലെങ്കിൽ എന്താ അറിയില്ല. അവൻ വന്ന് ചോദിച്ചാലേ അറിയുള്ളൂ. വിഷ്ണുവിൻ്റെ വിവാഹത്തിന് ആവശ്യമുള്ള പണം സ്വരൂപിക്കാൻ വേണ്ടി പോയതാണോ വാള് അങ്ങോട്ട് കഞ്ചിക്കോട്ടെ? നമ്മളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞത് അങ്ങനെ കുറച്ച് ക്യാഷ് കിട്ടാണ്ട് അതിന് പോയതാണ്, ഞാൻ നേരെ വീട്ടിൽ വരുള്ളൂ എന്ന്. അപ്പോഴും ഇത് കിട്ടിയിട്ട് വേണം മറ്റുള്ള കാര്യം ചെയ്യണം, അങ്ങനെയൊന്നും നമുക്കറിയില്ല. ക്യാഷിൻ്റെ പ്രോബ്ലം ഞാൻ ലീവിന് 3-ാം തീയതിയാണ് വന്നത്. ലീവ് കഴിഞ്ഞിട്ട് ഞാൻ വന്ന ആദ്യം തന്നെ അവനോട് ചോദിച്ചതാണ്. കല്യാണത്തിന് ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഡ്രസ്സ് എടുക്കൽ എല്ലാം കഴിഞ്ഞു. താലിച്ചേന് മോതിരം അവനെടുക്കാമെന്ന് അവൻ ഞങ്ങളോട് പറഞ്ഞതാണ്. അപ്പോൾ ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പം ഞങ്ങൾ ചോദിച്ചു, താലിച്ചേനും മോതിരം എടുത്തോ, അമ്മയും പെങ്ങളും കണ്ടിട്ടില്ലല്ലോ എന്ന്. അതൊക്കെ റെഡിയാണ് അമ്മ എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ നോക്കിയിട്ടില്ല. അന്ന് പോകുന്ന രാവിലെ വരെ അവൻ ഞങ്ങളോട് ഇങ്ങനെ കല്യാണ ആവശ്യത്തിന് പൈസ എനിക്ക് തികയില്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവൻ മറ്റുള്ളവരോടൊക്കെ ഈ സ്വർണ്ണം എടുക്കാനും സ്വർണത്തിൻ്റെ ആവശ്യത്തിനൊക്കെ പണം ചോദിച്ചതായിട്ട് ഓരോരുത്തരിങ്ങനെ പിന്നെ പറയുണ്ടായി. ആദ്യം അമ്മയോട് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളൊക്കെ ഒപ്പം ഉണ്ടാവും. എന്നോടോ അല്ലെങ്കിൽ അവളാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ കുറേ ആയിട്ട് എനിക്ക് സുഖമില്ലാതായ പിന്നെ വീട്ടിലെ കാര്യമൊക്കെ മോളാണ് അന്വേഷിച്ച് എൻ്റെ എല്ലാ കാര്യവും മോളാണ് ചെയ്യുന്നത്.
എല്ലാ കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് എടുക്കലും വീട്ടിലെ കാര്യം എല്ലാം അവളെ ചെയ്യുന്നത്. അവളോടൊന്ന് പറ, അവൾ കുറച്ച് ചീത്ത പറയുമായിരിക്കും, പക്ഷെ എന്നാലും അതിനുള്ള മാർഗം അവൾ കണ്ടെത്തുമായിരുന്നു. പക്ഷെ അവളോട് പറഞ്ഞിട്ടില്ല. ആരോടും പറയാതെ ഈ ബുദ്ധിമുട്ട് അറിയിക്കാതെയാണ് ഇപ്പോൾ വിഷ്ണു പോയത്. അവൻ തന്നെ അത് ചെയ്യണം എന്നുള്ളൊരു അവൻ്റെ ദുരഭിമാനം എന്ന് വേണമെങ്കിൽ പറയാം. മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ ചെയ്താണ് ഇപ്പോൾ ഇങ്ങനെ ഈ സ്ഥിതിയിലായത്. സംഘപ്പെടപ്പെടേണ്ട, പൂർണ്ണമായി സുരക്ഷിതരായിട്ട് പറഞ്ഞു ആരോഗ്യവാനായിട്ട് ഇരിക്കേണ്ട, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും പറഞ്ഞു അവനെ വിഷമിക്കുന്ന രീതിയിലൊന്നും ചോദിക്കും പറയുകയൊന്നും ചെയ്യണ്ട. ഞാൻ ഓരോന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമായി ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും പോകും, വീണ്ടും ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്. അപ്പം ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ അവനെ പുറത്തേക്ക് കിടക്കണമല്ലോ, അപ്പം അതിൻ്റേതായ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ അവനുണ്ടാവും. അതിൻ്റെ കൂടെ നമ്മൾ ചോദ്യങ്ങളും കൂടെ ചോദിക്കുമ്പോൾ അപ്പോൾ കുറച്ച് സമയത്തേക്ക് അവനൊന്ന് വെറുതെ വിട്ടാൽ ശരിയാവുമെന്ന് വിചാരിക്കാം. എന്തായാലും ആ രീതിയിൽ തന്നെയാണ് ഒരുപക്ഷെ അത്തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നമായിരിക്കാം വിഷ്ണുജിത്തിനെ ഇങ്ങനെ ഒരു പ്രേരിപ്പിച്ചത് എന്നാണ് വിഷ്ണുവിൻ്റെ അമ്മ പറയുന്നത്. എന്തായാലും വിഷ്ണുജിത്ത് പൂർണ്ണമായും ആരോഗ്യവാനാണ്, അല്ലെങ്കിൽ പോലീസിനോടൊപ്പം തിരിച്ച് മലപ്പുറത്തേക്ക് വാഹനത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനൊരു ആശ്വാസവും സന്തോഷവും എല്ലാവർക്കും ഉണ്ട്. അവൻ ഇങ്ങനെ അല്പം മാറി നിന്നതിൻ്റെ വിഷമങ്ങളുണ്ടെങ്കിൽ പോലും അത്തരമൊരു സന്തോഷത്തിലേക്ക് കുടുംബത്തിൻ്റെ സാഹചര്യം മാറി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വിഷ്ണുജിത്തിന് അല്പസമയത്തിന് അല്ലെങ്കിൽ 6 മണിയോടെ തന്നെ ഊട്ടിയിൽ നിന്നും മലപ്പുറത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. നേരത്തെ ഒരു പരാതി ഉള്ളതിനാൽ അതിന് നിയമ നടപടികൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കി വിഷ്ണുജിത്തിൻ്റെ കൂടി അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ട് നിയമ നടപടികൾ പൂർത്തിയാക്കി കുടുംബത്തോടൊപ്പം വിഷ്ണുജിത്തിനെ പൂർണ്ണമായും വിട്ടു നൽകുകയും ചെയ്യും. എന്തായാലും വിഷ്ണുജിത്തിൻ്റെ ഒപ്പം വിഷ്ണുജിത്തിൻ്റെ കുടുംബം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രുതി.